ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴേ ചിലർ മാതാപിതാക്കളെ കുറ്റം പറയും, ചിലർ പാരൻസ് അധ്യാപകരെ കുറ്റം പറയും, സമൂഹത്തെ കുറ്റം പറയും. അപ്പോൾ നമുക്ക് ഈ മക്കളെ ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് ഇവരെ രക്ഷിച്ചെടുക്കാൻ പറ്റും? അതായത് ഈ ലഹരി മരുന്നിൽ നിന്ന് അവരെ നമുക്ക് എങ്ങനെ വിമുക്തമാക്കാൻ പറ്റും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സോഷ്യൽ എമർജൻസിയാണ്. കാരണം എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവേ ഒരു ലഹരി മരുന്ന് കേസ് വന്നു, അതുപോലെ ഒരു കൊലക്കുറ്റം വന്നു, കൊലപാതക കേസുകളൊക്കെ വന്നാൽ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടും. അതൊരു 3-4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പ്രസക്തി അങ്ങ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരു എഫക്റ്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെന്നില്ല. ശരിക്കും ഇതൊരു എമർജൻസിയാണ്. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്ന് വെച്ചാൽ കുട്ടികളിൽ വരുന്ന ഈ ലഹരി അടിമത്തമാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള നല്ലൊരു അവയർനെസ് എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാ ജനങ്ങളിലേക്കും എത്തുക. നമ്മൾ കൊറോണ ഒക്കെ വരുന്ന സമയത്ത്, ഒരു മഹാമാരി വരുന്ന സമയത്ത് നമ്മൾ ജാതി മത ഭേദമന്യേ, നമ്മൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത്. അതുപോലെ ഇതൊരു യുദ്ധമായി കണക്കാക്കണം. ഒരു ലഹരി പദാർത്ഥം പോലും നമ്മുടെ നാട്ടിലേക്ക് എത്താൻ പാടില്ല. അതുപോലെ നമ്മുടെ കുട്ടികളിൽ ഇത് ലഹരി ഉപയോഗിച്ചാൽ, അതുപോലെ ഇത് കാര്യരായി മാറിയാൽ ഒരു വലിയ വിപത്താണ്, അതുപോലെ വലിയ കുറ്റകൃത്യമാണെന്നുള്ള ബോധ്യം വരണം. ആ രീതിയിലുള്ള നിയമവ്യവസ്ഥ വരേണ്ടതായിട്ടുണ്ട്.